എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ ദുരിതത്തിലായി രാജ്യത്തെ വിവിധ വിമാനത്താവളത്തിലെ യാത്രക്കാർ. വിമാനത്താവളത്തിൽ ശക്തമായ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 70ഓളം സർവീസുകളാണ് മുടങ്ങിയത്. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ശക്തമാണ്. വാരണാസിയിൽ 25 മലയാളികളാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ കുടുങ്ങിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും യാത്രക്കാർ ആരോപിച്ചു. വാരണാസി അയോധ്യ തീർത്ഥയാത്രയ്ക്ക് തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നെത്തിയവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു റെസ്റ്റിംഗ് റൂം പോലും അവർ തന്നിട്ടില്ല. ഇനി ഇത്രയും നേരം ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ രാജ്യവ്യാപകമായി റദ്ദാക്കിയത് വ്യോമയാന മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. ആഭ്യന്തര രാജ്യാന്തര സർവീസുകളടക്കം ആകെ 70ലേറെ സർവീസുകളാണ് മുടങ്ങിയത്. ഇന്നലെ രാത്രി മുതലുള്ള കണക്കാണിത്. ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യോമയാന മന്ത്രിക്കും സെക്രട്ടറിക്കും കത്തയച്ചു. വ്യോമയാന സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചെന്നും പകരം സംവിധാനങ്ങൾ ഒരുക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും KV തോമസ് പറഞ്ഞു. അതേസമയം ഇത്രത്തോളം സർവീസുകൾ മുടങ്ങി യാത്രക്കാർ ദുരിതത്തിലായിട്ടും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുന്നില്ലെന്നുള്ള വിമർശനവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.